നിങ്ങൾ മൂന്നുപേരും ഒന്നും കഴിച്ചിട്ടില്ലേ? ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. അല്ല, വീട്ടിൽ അരി അങ്ങനെയൊന്നുമില്ല? ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, സഹായിക്കുകയൊന്നുമില്ല കുടുംബത്തില്? ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. ഞാൻ വീട് വിട്ടിറങ്ങി വന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ? പള്ളിയിൽ നിന്ന് പുറത്താക്കിയത്. ആത്മഹത്യക്ക് എനിക്ക് ശ്രമിച്ചത്. കാരണം എൻ്റെ മോൾ അങ്ങനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ഒരു നിവർത്തിയില്ല. ഹായ്, നമസ്കാരം. ഈ വീഡിയോ ഏറെക്കുറെ എല്ലാവരും കണ്ടതായിരിക്കും. എല്ലാവരെയും വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഈ സഹോദരി മാതാപിതാക്കളൊക്കെ ധിക്കരിച്ചിട്ടേ ഒരു തമിഴ്നാട് സ്വദേശിയായ ഒരു യുവാവിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയ ആളാണ്. എന്നിട്ട് അവസാനം 2 പൊടിക്കുഞ്ഞുങ്ങളായപ്പോഴേ മറ്റേ കിഴങ്ങനെ പൊടിയും തട്ടിയിട്ടേ ഓനോൻ്റെ പാട്ടിന് പോയി. എന്നിട്ട് അതൊക്കെ തരണം ചെയ്ത് ഒരു ജോലിയും ചെയ്ത് ജീവിക്കുമ്പോഴാണ് ഇവർക്ക് ആക്സിഡൻറ്റ് പറ്റണത്. അതിനാൽ എന്തായി, ആകപ്പാടെ ഒരു പെട്ടുപോയ ഒരവസ്ഥയായി. വീട്ടുകാരുമില്ല, കുടുംബക്കാരുമില്ല, എന്തിനു പറയണു, ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടേ അവനവൻ്റെ നാട്ടുകാർ പോലും ഇല്ലാതായി പോയി. എന്നിട്ട് എന്താ ചെയ്യാന്നറിയാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ നയാ പൈസ അല്ല. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കണേലും നല്ലതേ മരിക്കണമെന്നേ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടാവും ആ പാവം. പക്ഷെ എന്ത് ചെയ്യാനാ, 2 പൊടിക്കുഞ്ഞുങ്ങളില്ലേ കയ്യിൽ, അതിറ്റകളെങ്ങനെയും നോക്കണ്ടേ. ആ ഒരൊറ്റ കാര്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ നമ്മൾ സൂരജ് മുന്നിലെത്തിപ്പെടുന്നത്. സൂരജ് അപ്പം തന്നെ ഓനെയും കൊണ്ട് അപ്പം ചെയ്യാൻ പറ്റണ എന്തൊക്കെ അതൊക്കെ ചെയ്തു കൊടുത്തുക്കണു. പക്ഷെ അതുകൊണ്ട് മാത്രം നിർത്തും നമ്മുടെ സൂരജ്. അവരന്വേഷിച്ചിട്ട് അവരെ വാടക വീട്ടിൽ പോയി. അവിടെ കണ്ടതോ അതിലും വേദനിപ്പിക്കണ കാഴ്ചകൾ. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ആഴ്ച പോലെ എടുത്തോളൂല്ലോ. അപ്പൊ ഞാൻ ഇവരെ വീട്ടിൽ വന്നപ്പോഴാണ് ഇവരുടെ ഈ ഒരു അവസ്ഥയെല്ലാം മനസ്സിലായത്. ഈ 2 പൊടിപ്പിള്ളേരുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് വേറെ സഹായിക്കാൻ വേണ്ടി ആരുമില്ല, ബന്ധുക്കൾ ആരുമില്ല. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഉപേക്ഷിച്ച് പോയി. ഇപ്പം 3, 4 വയസ്സായ 2 മക്കളാണ്. പിന്നെ എന്താ പറയുക, ആഹാരം പോലും കഴിക്കാനില്ല. അതേപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇതുവരെ മാത്രം അവസ്ഥയല്ല, ഇതേപോലെ പെട്ടെന്നുള്ള എടുത്തിയാട്ടത്തിലേ വീട് വിട്ടിറങ്ങുന്ന ഒരുപാട് പെൺകുട്ടികളുടെ അവസ്ഥ ഇതാണ്. ദയവ് ചെയ്ത് നമ്മളെ സഹോദരിമാരത്താണ് ഒരു കാര്യം പറയാനുള്ളത്. പെട്ടെന്നുള്ളൊരു എടുത്തിയാട്ടത്തിലേ നമ്മളെ മാതാപിതാക്കളൊക്കെ വെറുപ്പിച്ചിട്ടേ അപ്പം കണ്ട ഒരാളുടെ ഒപ്പം ഇറങ്ങിപ്പോകരുതേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ളത് ഓൻ മാത്രമേ ഉള്ളൂ. ഓൻ്റെ അടുത്ത് പിന്നെ എന്തെങ്കിലും അടിമക്കാനായി കഴിഞ്ഞാലേ ഓനോൻ്റെ പൊടിയും തട്ടിപ്പോവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു വരാനും പറ്റൂല. ആകപ്പാടെ ഒറ്റപ്പെട്ടൊരവസ്ഥയേക്കരം. എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴേ നമ്മുടെ മുന്നിൽ ആകെയുള്ളൊരു വഴി ആത്മഹത്യ മാത്രമാക്കരം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുതേ. ഇങ്ങനെയൊക്കെ ചെയ്യണതിൻ്റെ മുന്നേ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിപ്പോൾ എന്തായാലും നമ്മുടെ ചെക്കൻ അവിടെ എത്തിക്കൊണ്ടേ 3 ജീവനുകൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. കുറച്ച് ദിവസത്തിന് എന്തായാലും വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ളത് ഓൻ അവിടെ എത്തിച്ചുകൊണു. പിന്നെ ഇനിയുള്ളത് ആ കുട്ടികളുടെ അവസ്ഥയാണ്. അയറ്റുകളെ സ്കൂൾക്ക് പറഞ്ഞേക്കാനോ പഠിപ്പിക്കാനോ ഒന്നിനുള്ള വകല്ല. അതൊന്നും കണ്ടോക്കി. പറഞ്ഞു, ഇത് കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോകാത്ത എന്താണ്? ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകാത്ത, സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് സ്കൂളിൽ പുറത്താക്കിയത്. എക്സാം എഴുതാൻ സമ്മതിച്ചില്ല, പുറത്താക്കി. അപ്പം പൈസ LKG. അപ്പം പൈസ അടച്ചാലേ ഇനി സ്കൂളിൽ എടുക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ സ്കൂളിൽ പോകുന്നില്ല, വീട്ടില്. കാരണം ആഹാരം പോലും കഴിക്കാനില്ല, സ്കൂളിൽ പോകാനും ഫീസ് അടയ്ക്കാനും ഇല്ല. ഇപ്പം ജോലി ചെയ്തോണ്ടിരുന്നപ്പോ ആക്സിഡന്റ് പറ്റിയതിനു ശേഷം ഇപ്പൊ പോകാനും പറ്റുന്നില്ല, ഒന്നിനും പോകുന്നില്ല. കാരണം ഈ കൈ ഇങ്ങനെ പിടിച്ച് ഉയർത്തിയാൽ മാത്രമേ ഇങ്ങനെ ഉയരത്തുള്ളൂ, അല്ലാതെ സ്വന്തമായിട്ട് ഉയർത്താൻ പറ്റത്തില്ല. ഈ ഒരു കൈയിന്റെ സഹായത്തിൽ തന്നെയാണ്. നമ്മള് ബാത്റൂമിൽ പോയാൽ കൂടെ അവൻ തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതെല്ലാം. അവൻ തന്നെയാണ് കുളിക്കാൻ വെക്കുന്നതെല്ലാം. അവന്റെയും അവളെയും കാര്യം അവൻ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് അവരെ കുളിപ്പിക്കാൻ കൂടെ എനിക്ക് പറ്റത്തില്ല. എന്റെ ഈ കൈ കൊണ്ട് പറ്റത്തില്ല. കൈക്ക് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടെ ഒരു നിവർത്തിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ. കണ്ടില്ലേ, സ്വന്തം മക്കളെ കാര്യങ്ങൾ പോലും നേരത്തിൽ നോക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ ആക്സിഡന്റ് പറ്റിയിൽ കൈ കേടായി, അതുകൊണ്ട് നേരത്തിൽ ജോലിക്ക് പോകാൻ പറ്റൂല. ആ കുട്ടികളെ നേരത്തിലൊന്നും നോക്കാൻ പറ്റൂല. എന്തിനു പറയണു, ആ ചെറിയ കുട്ടീൻ്റെ കാര്യങ്ങൾ കൂടിയേ കുറച്ച് വലുതായ കുട്ടിയില്ലേ ഓനാ നോക്കണേ. ഇതാണിപ്പോൾ അവസ്ഥ. ഇതിപ്പോൾ എല്ലാവരും വെറുപ്പിച്ച് പോന്നിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ആരെയിലൊക്കെ ഉണ്ടാവും, ഇമ്മയായിട്ടും വാപ്പയായിട്ടൊക്കെ ആരെയിലൊക്കെ നോക്കാണ്ടാവൂലേ. ഇതിപ്പോൾ എന്ത് ചെയ്യാനാ, ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ അതുമല്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ട പെൺകുട്ടികളല്ലേ ചില മാമന്മാരുണ്ട്, മറ്റേ കണ്ണുകൊണ്ടാ കാണുക. പിന്നെ ഇതേമാതിരി ദയനീയാവസ്ഥയാണെങ്കിൽ പറയും വേണ്ട, പിന്നാലെ ഉണ്ടാവും മറ്റേ കണ്ണും വെച്ചിട്ട്. അതൊന്നും കണ്ടോക്കി. എവിടെയെങ്കിലും പോയി സഹായം ചോദിച്ചു പോയാലും അവർ തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. വരുമോ അങ്ങനെയാ ചോദിച്ച ഒരാൾ എന്നോട്. ഒരാളത്തിന് സഹായം ചോദിച്ചു വായിട്ട്. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത് വട്ടിക്ക് പൈസ ചോദിച്ചതാ. കടമായിട്ട് ഒരു 5000 ചോദിച്ചപ്പോഴത്തേക്ക് എന്നോടൊപ്പം വരുമോ ഒരു രാത്രിയത്തേക്കെന്ന് ചോദിച്ചു എന്നോട്. അതിനുശേഷം ആരടുത്തും ചോദിക്കൊക്കെ ഇല്ല. തനിച്ചൊരു പെണ്ണ് ഒരു വീട്ടിലിരിക്കുന്നാലും അടുത്തുള്ളവരൊക്കെ സംസാരിക്കുന്നതെല്ലാം മോശമായിട്ട് സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ച് ആരും വരക്കമില്ല. ഞങ്ങളും ആരെയും തേടി പോകത്തില്ല. ഞങ്ങളുണ്ട്, ഈ വീടും. കണ്ടില്ലേ, കടായിട്ട്, അതും കടായിട്ട് പൈസ വെച്ചിനാണ് ഒരു ദിവസം വന്നിട്ട് ഓൻ്റെ ഒപ്പം പോകാൻ പറഞ്ഞിരിക്കണത്. എന്ത് പരപ്പുന്നാര മക്കളാണ് ഈ സമൂഹത്തിലുള്ളതല്ലേ. ഒരാളുടെ ദയനീയാവസ്ഥ കണ്ടിട്ട് അത് മുതലെടുക്കുക, എന്നിട്ട് പറയാക്കരം എൻ്റെ ഒപ്പം വരുമോ എന്നാൽ ഞാൻ പൈസ തരാം. എന്ത് മനുഷ്യന്മാരാണ് ഇതൊക്കെ അല്ലേ. അത്രയും അടങ്ങാറും ബുദ്ധിമുട്ടായിട്ടാക്കാരം വേറൊരാളത്ത് പോയി ഇങ്ങനെ ചോദിക്കണത്. എന്നിട്ട് പോലും വെറുതെ വിടുന്നില്ല.
എത്രയോ ആൾക്കാർ കൂടണ്ടായിട്ടേ ഇന്നുള്ള കാലത്തെ പെൺകുട്ടികൾക്ക് എവിടെയും സേഫ്റ്റി ഇല്ല. ദൈനംദിനം ദിവസവും നമ്മൾ രാവിലെ നീച്ചു കഴിഞ്ഞാൽ എത്ര പീഡന കേസുകളാണ് കേൾക്കണത്. ഇതൊരാപത്തിന് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കണ്ടേ? പാവം എന്ന് പറഞ്ഞാലും പോരാ, മഹാഭാവം. ആ സഹോദരി അനുഭവിച്ചത് അതിന് മാത്രമേ അറിയുള്ളൂ. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇവർക്ക് വേണ്ടത് സുരക്ഷിതമായിട്ടുള്ളൊരു വീടാണ്. ഇവരിപ്പോൾ ഇരിക്കുന്നിടത്ത് അന്യ നാടാണ്, അപരിചിതരായിട്ടുള്ള ആൾക്കാരാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നാടിൻ്റെ പോലെ ആവില്ലല്ലോ. ഓർക്കിപ്പോൾ എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അതൊന്നും ഉണ്ടോക്കി കേരളത്തിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെയൊക്കെ വീടൊക്കെ ഭയങ്കര റെന്റും വാടക, അതിനുള്ള ഇതെല്ലാം എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഹെൽപ്പാണ് നമ്മൾ ചെയ്തത്. നമുക്ക് കൂടുതലായിട്ടും വളരെ ഉപകാരമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി മാറ്റിയത് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ചാവേണ്ട അവസ്ഥയിലായിരുന്നു. പേടിയുണ്ടോ ഇവിടെ താമസിക്കാൻ? ഇവിടെ താമസിക്കാൻ പേടിയുണ്ടോ? പേടിയുണ്ടെന്ന് ചോദിച്ചാൽ നന്നായിട്ട് പേടിയുണ്ട്. കാരണം ഒറ്റയ്ക്ക് അറിഞ്ഞൂടാത്ത ഏരിയ. ഇതിനു മുമ്പ് ഞാൻ ഒരു സ്ഥലത്തിരുന്നത് എനിക്ക് അറിയായിരുന്നു. ബില്ലുക്കുറി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അവിടെ ആകുമ്പോഴത്തേക്ക് 5 വർഷം ഇരുന്ന് എല്ലാവരെയും പരിചയമുണ്ട്. ഇവിടെ ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ്, ഇത് 2ാമത്തെ മാസം ഞാൻ ഇവിടെ വന്നിട്ട്. അപ്പൊ ഇവിടെ ആരെയും എനിക്ക് അധികം പരിചയമൊന്നുമില്ല. ഒരുപാട് കാര്യമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് കൈ നിൽക്കണതല്ലാത്ത കാര്യങ്ങളാണ്. വീട് കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റണമല്ല. എന്നാലും ആരെങ്കിലുമൊക്കെ കണ്ട് സഹായിക്കണമെങ്കിൽ സഹായിച്ച് നിങ്ങൾക്കൊരു വീടാണെങ്കിൽ അത് നമ്മൾ പ്രാർത്ഥിക്കാം. അവിടെ ഒരു കുഞ്ഞു വീട് മതിയല്ലോ, ഒരു റൂമാണെങ്കിൽ ഒരു സെന്റ് സ്ഥലമെങ്കിലും മേടിച്ച്, ഒരു വീടായിട്ടില്ലെങ്കിലും ഓല വെച്ച് കുറ്റിച്ചാരിയെങ്കിലും എന്റെ കുട്ടികളെ വെച്ചിട്ട് ആരും ഇറങ്ങി വാടക കൊടുക്കേണ്ട പ്രശ്നമൊന്നും വരത്തില്ല. മറ്റേത് കഞ്ഞിയെ കുടിച്ചാലും അല്ലേ വാടക ശേഷം മേടിച്ച് കഞ്ഞി കുടിച്ചാലും കിടക്കാൻ ഒരു കിടക്കാടം വേണമല്ലോ. ഇതാ കണ്ടില്ലേ, ആ പറഞ്ഞ പോലെ ഒരു സെന്റിൽ ഒരു ഓലക്കുടി ആയാലും മതിയെന്ന് പേടിച്ചിട്ടാണ് ആ പാവം അങ്ങനെ പറയണേ. എന്തായാലും ഒരു പെണ്ണും 2 പൊടിക്കുഞ്ഞുങ്ങളല്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ ഒന്നല്ല, ഒരുപാട് ആൾക്കാർ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് പറയണ ഇതാ സൂരജ്, പിന്നെ ഉബൈദ്, പിന്നെ അച്ചായൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇവരെപ്പോലുള്ള ആൾക്കാരെ ഇല്ലാതാക്കാനേ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാനേ അധികാരം ഉണ്ടാവില്ല. അതുകൊണ്ട് നന്മ നിറഞ്ഞ നല്ല മനസ്സുള്ള ആൾക്കാരാരെങ്കിലേ ഈ പാവങ്ങൾക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണെങ്കിലേ അത് ആ പാവങ്ങൾക്ക് സ്വർഗം കിട്ടിയ മാതിരിയ കാര്യം. എന്നിട്ട് ഇതേപോലത്തെ സഹായങ്ങൾ ഇല്ലാതാക്കാൻ കുറേ മരവാണങ്ങൾ വേറെ, അങ്ങനത്തെ വാണങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കട്ടെ. നിങ്ങളെന്തായാലേ പരമാവധി ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നന്മ പറ്റാത്ത ആരുടെയും കണ്ണിൻ്റെ മുന്നിൽ ഇത് പെട്ട് കഴിഞ്ഞാലേ ഓലൊരു വീട് വെച്ച് കൊടുക്കും. പിന്നെ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കിട്ടും, പിന്നെ സന്തോഷമായിട്ടുള്ളൊരു ജീവിതവും കിട്ടും. എന്നാലുള്ള ആ പാവത്തിൻ്റെ കരച്ചിലിനൊരു അറുതി ഉണ്ടാകുക. പിന്നെ ആർക്കെങ്കിലും ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിലേ നമ്മളെ സൂരജിനെ ബന്ധപ്പെട്ടാൽ മതി. അൽ ഫുഡി സൂരജ് എന്നാണ് പേജിൻ്റെ പേര്. ഇവരെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഓൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. എന്തായാലും ഓല ആത്മഹത്യൻ്റെ മുന്നിൽ നിന്നേ ജീവിതത്തേക്ക് കൈപിടിച്ചു കൊടുക്കുന്ന സൂരജിന് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. അപ്പം എന്തായാലും ഓരങ്ങനെ അന്യനാട്ടിലിങ്ങനെ ഇടാതെ നമ്മളെ നാട്ടിൽ കൊണ്ടുവരാനേ നല്ലവരായ സുമനസ്സുകളത്തെ അഭ്യർത്ഥിക്കുകയാണ്. പാവങ്ങളാണ്. അപ്പം എന്തായാലും നല്ലൊരു വാർത്ത കേൾക്കുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.